ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 5ാമത്തെ പാഠമാണ്. അളന്നു കുറിക്കാം എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. 3ാം ക്ലാസ്സിലെ കഴിഞ്ഞ പാഠഭാഗങ്ങൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളതിൻ്റെ STD3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളും വേണമെങ്കിൽ STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അളന്നു കുറിക്കാം എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ അളവുകളെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക, ആദ്യം ഗോലി ഉരുട്ടാം. അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടി കളിക്കുകയാണ്. ഗോലി ഉരുട്ടിയ ദൂരം അലനും കൂട്ടുകാരനും കാൽപാദം കൊണ്ട് അളന്നു. 2 പേർക്കും ഒരേ അളവല്ല കിട്ടിയത്. അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെയായിരിക്കും? കാൽപാദം കൊണ്ട് അളക്കുന്ന സമയത്ത് നമുക്കറിയാം പലരുടെയും കാൽപാദങ്ങൾ എന്താണ്, വ്യത്യസ്തമാണല്ലേ. അപ്പോൾ ഇവിടെ അലൻ്റെ കാൽപാദത്തിൻ്റെ അതേ വലുപ്പമാവില്ല എന്ത് കൂട്ടുകാരൻ്റെ കാൽപാദത്തിനുണ്ടായിരിക്കുക. അപ്പോൾ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരതിന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുണ്ടായിരിക്കുക? സ്കെയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സ്കെയിലിലെ അളവ്. നിങ്ങളും സ്കെയിലെടുക്കൂ. എന്തൊക്കെ വിവരങ്ങളാണ് ഒരു സ്കെയിലിലുള്ളത്? അതിൽ ചെറിയ വരകളുണ്ട്, വലിയ ചില വരകളുണ്ട്. വലിയ 2 വരകൾക്കിടയിലുള്ള ചെറിയ വരകളുടെ എണ്ണം എത്രയാണ്? 10 ചെറിയ 4 വരകൾ കഴിഞ്ഞ് 5ാമത്തെ വര കുറച്ച് വലുപ്പമുള്ളതാണ്. 0 മുതലുള്ള നമ്പറുകൾ കാണാം. മറുവശത്ത് ഇഞ്ചുകളുടെ അളവുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്, സ്കെയിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് കേട്ടോ. അടുത്തടുത്ത 2 വലിയ വരകൾക്കിടയിലുള്ള അകലം 1 സെൻറ്റിമീറ്ററാണ്. അതായത് ഒരു സംഖ്യ മുതൽ മറ്റു സംഖ്യ വരെയുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണ് നമ്മുടെ സ്കെയിലിൽ സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 1 മുതൽ 2 വരെ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. 2 മുതൽ 3 വരെ 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മുടെ സ്കെയിൽ എന്താണ്? സെൻറ്റിമീറ്ററിൻ്റെ അളവിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നീളം അളക്കാം. ഇവിടെ ഒരു പേന സ്കെയിൽ വെച്ച് അളക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. പേനയുടെ നീളം എത്രയാണ് മക്കളെ? നോക്കിക്കേ, പേന വച്ചിട്ട് സ്കെയിലിൻ്റെ എത്ര വരെയാണ് തന്നിട്ടുള്ളത്? 12 വരെയാണല്ലേ. അപ്പോൾ 12 സെൻറ്റിമീറ്ററാണ് പേനയുടെ നീളം. പെൻസിലിൻ്റെ നീളമോ? പെൻസിൽ നോക്കിക്കേ, 0 മുതൽ 7 വരെ ഉണ്ട്. അപ്പോൾ 7 സെൻറ്റിമീറ്ററാണ് പെൻസിലിൻ്റെ നീളം. ഇനി റബ്ബർ കട്ടയുടെ നീളം നോക്കൂ. റബ്ബർ കട്ടയുടെ നീളം നമുക്ക് 0 മുതലല്ല തുടങ്ങിയിട്ടുള്ളത്, 2 മുതൽ 5 വരെയാണ് വച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2ൽ നിന്ന് 5ലേക്ക് എത്താൻ എത്ര ദൂരമുണ്ടെന്ന് നോക്കിയാൽ മതി. ഒന്നുകിൽ 2 മുതൽ എണ്ണി നോക്കുക, അതായത് 3, 4, 5 എന്ന് എണ്ണി നോക്കുക. അല്ലെങ്കിൽ 5 മൈനസ് 2 ചെയ്യുക. 5ൽ നിന്ന് 2 കുറയ്ക്കുക. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പോൾ റബ്ബർ കട്ടയുടെ നീളം 3 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. സ്കെയിലിൽ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ വശത്തെ വലിയ അളവ് നോക്കൂ. ഈ അളവിനെ നമ്മൾ ഇഞ്ച് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ എഴുതി വലിയ അളവായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇഞ്ചുകളാണ് കേട്ടോ. സെൻറ്റിമീറ്ററിനെ ചുരുക്കി നമ്മൾ സെമി എന്ന് എഴുതാം. അതായത് സെൻറ്റിയുടെ സെയും മീറ്ററിൻ്റെ മീയും കൂടെയാണ് സെൻറ്റിമീറ്ററിനെ നമുക്ക് ചുരുക്കിയിട്ട് സെമി എന്ന് എഴുതാം. അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ. ഏത് വരയ്ക്കാണ് നീളം കൂടുതൽ? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ആദ്യമുള്ള ഈ വരയ്ക്കാണല്ലേ. നിങ്ങളുടെ ഊഹം ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഓരോ വരയും അളന്ന് നീളം വരയിൽ എഴുതി നോക്കുക. ഏതൊക്കെ പെൻസിൽ? പെൻസിലുകൾ കൊണ്ട് അലൻ ഉണ്ടാക്കിയ രൂപം നോക്കൂ. ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വയ്ക്കാൻ കഴിയും? പെൻസിലിന് ടിക്ക് അടയാളം നൽകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെൻസിലിൻ്റെ ഈ പെട്ടിയുടെ അളവിനെക്കാട്ടിലും വലിയ പെൻസിലുകൾ നമുക്ക് ഈ പെട്ടിയിൽ വയ്ക്കാൻ കഴിയില്ല അല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണത്. അപ്പോൾ പെട്ടിയുടെ അളവിനെക്കാട്ടിലും കുറഞ്ഞ അളവുകളുള്ള പെൻസിലുകൾ മാത്രമേ ഇതിൽ കൊള്ളുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ പെൻസിലുകൾ നമുക്ക് വെക്കാം? അതിന് നമ്മൾ ആദ്യം ഈ പെട്ടിയുടെ നീളം അളന്ന് നോക്കുക. സ്കെയിൽ വെച്ച് നിങ്ങൾ ഈ പെട്ടിയുടെ നീളം അളന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിനേക്കാട്ടിലും നീളം കുറഞ്ഞതും കുറഞ്ഞതായിട്ടുള്ള പെൻസിലുകൾ മാത്രമാണ് ഇതിലേക്ക് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആ പെൻസിലുകളുടെ നീളം അളന്നിട്ട് എന്ത് ചെയ്യുക? ആ സെൻറ്റിമീറ്ററിനെക്കാട്ടിലും ഈ പെട്ടിയുടെ നീളത്തെക്കാട്ടിലും കുറവുള്ള പെൻസിലുകളുടെ എണ്ണം മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം. നോക്കിക്കേ, ഈ പെൻസില് ഇത് ഇങ്ങനെ കുറച്ച് എണ്ണം നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ വെക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? അളന്നിട്ട് ഉറപ്പുവരുത്തിയിട്ട് എഴുതുക. ഇനി ഇതുപോലെ തന്നെ ഈർക്കിളുകളും പെൻസിലുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കി നോക്കുകയും വേണം. രൂപങ്ങൾ നിർമ്മിക്കാം.
നിങ്ങളെടുത്തതിൽ ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങളുണ്ടോ? നമ്മോട് നേരത്തെ പറഞ്ഞു ഈർക്കിളുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിൽ ഒരേ നീളമുള്ള ഈർക്കിൾ കഷ്ണങ്ങളുണ്ടെങ്കിൽ അവയുടെ നീളവും എത്ര എണ്ണം വീതമാണ് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോളത്തിൽ എഴുതി പൂരിപ്പിച്ചു കൊടുക്കുക. ചേർത്ത് വച്ചാൽ 10, 11, 12, 13, 14, 15 സെൻറ്റിമീറ്റർ വീതമുള്ള ഈർക്കിലുകൾ മുറിച്ചെടുക്കുക. അവ ചേർത്ത് വെച്ചാൽ ആകെ എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ടാകും? ഇത് കാണുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 10 കൂട്ടണം 11 കൂട്ടണം 12 കൂട്ടണം 13 കൂട്ടണം 14 കൂട്ടണം 15 ചെയ്താൽ മതി. ഉത്തരം കിട്ടും. എത്രയാണ് ആകെ? 75 സെൻറ്റിമീറ്ററാണ് ഉത്തരം. 25 സെൻറ്റിമീറ്റർ നീളം കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണ്? അതായത് ജോഡികൾ എന്ന് പറയുമ്പോൾ 2 എണ്ണം വരണം, 2 എണ്ണം വരാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാലാണ് 25 സെൻറ്റിമീറ്റർ കിട്ടുക എന്നാണ് ഈ ചോദ്യത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലും നമുക്ക് 25 കിട്ടുക? 10, 15 കൂട്ടിയാൽ മതിയല്ലേ. അപ്പോൾ 10, 15 കൂട്ടിയാൽ 25ആണ്. 11, 14 കൂട്ടിയാൽ 25ആണ്. 12, 13 തമ്മിൽ കൂട്ടിയാൽ 25ആണ്. അപ്പോൾ ഇങ്ങനെ 3 ജോഡികളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അളന്നു കുറിക്കാം. ഒരു കുട്ടി പറയുന്നത് നോക്കൂ, എൻ്റെ വീട്ടിൽ ഒരേ നീളമുള്ളവ ഏതെല്ലാം? നിങ്ങളുടെ വീട്ടിലെ വിവിധ വസ്തുക്കളുടെ നീളം അളക്കൂ, പട്ടികപ്പെടുത്തൂ. നമ്മുടെ വീട്ടിൽ നീളം അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ടേബിളുണ്ട്, അലമാരയുണ്ട്, ഷെൽഫുണ്ട്, പുസ്തകമുണ്ട്, പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നീളം അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറ്, അപ്പോൾ വാതിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ നീളം അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം എഴുതുക. എന്നിട്ട് അതിൻ്റെ ഊഹം എത്രയാണ്, എത്ര സെൻറ്റിമീറ്റർ അതിന് നീളം ഉണ്ടായിരിക്കുമെന്നും ഊഹം ആദ്യം എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കെയിൽ വെച്ച് അളന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള അളവും രണ്ടാമത്തെ കോളത്തിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഒരേ നീളമുള്ളവ ഏതൊക്കെയാണെന്ന് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യാത്തത് എന്തെന്ന് വെച്ചാൽ പലരുടെയും വീട്ടിലുള്ള വസ്തുക്കൾ പലതാണ്, ആ വസ്തുക്കളുടെ തന്നെ നീളങ്ങളും പലതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ളത് ഇതൊരു ടാസ്ക്കായിട്ട്, ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത് നോക്കുക. വലിയ സ്കെയിൽ. ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്മയുടെ സാരിയുടെ നീളം അളക്കാൻ പ്രയാസമായിരുന്നു. അതായത് ആ കുട്ടിയുടെ കയ്യിലുള്ളത് എന്താണ്? ചെറിയ സ്കെയിലാണല്ലേ. നമ്മുടെയൊക്കെ കയ്യിലുള്ളത് പോലെ 15 സെൻറ്റിമീറ്റർ നീളം മാത്രമുള്ളൊരു സ്കെയിലാണല്ലേ. ചെറിയ സ്കെയിൽ ആയതുകൊണ്ടല്ലേ നമുക്ക് അലനെ സഹായിച്ചാലോ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ മാത്രമുള്ള സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അളക്കാൻ പറ്റുന്ന അളവ് എന്താണ്? നമുക്ക് ഒരു പരിധിയുണ്ട്. കുറച്ചുകൂടെ വലിയ ലെങ്ത്തുള്ള സ്കെയിലാണെങ്കിൽ നമുക്ക് വലിയ വസ്തുക്കളൊക്കെ അളക്കാൻ കുറച്ചുകൂടെ സുഖമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ സാരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ സ്കെയിൽ വെച്ച് വീണ്ടും ഒരു ഭാഗം ആദ്യം അളന്ന് പിന്നെയും അതിനടുത്ത് വീണ്ടും വെച്ച് അങ്ങനെ അളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലേറെ കുറച്ചുകൂടെ സുഖം എന്താണ്? കുറച്ചുകൂടെ വലിയ, ഒന്നുകിൽ കുറച്ചുകൂടെ വലിയ സ്കെയിൽ കിട്ടുക, അതല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ യൂണിറ്റുള്ള സ്കെയിൽ എടുത്തിട്ട് അളക്കുക. അപ്പോൾ എന്താണ് യൂണിറ്റ്? നമ്മളിപ്പോൾ പറഞ്ഞു സെൻറ്റിമീറ്റർ അല്ലേ. നമ്മുടെ സ്കെയിലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ അതിലേറെ വലിയ യൂണിറ്റുള്ള സ്കെയിലുകൾ എടുക്കുക. അതായത് മീറ്റർ, കിലോമീറ്റർ ഒക്കെയുള്ള സ്കെയിലുകളുണ്ട്, അതെടുക്കുക. നമുക്കതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട മറ്റൊരു ആക്ടിവിറ്റി കൂടെ ഉണ്ട്. ടീച്ചർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ തരും. എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യത്യസ്ത നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടിയ 5 പേർ ചേർന്ന് ഗ്രൂപ്പ് ആകുക. നിങ്ങൾക്ക് കിട്ടിയ പേപ്പർ കഷ്ണങ്ങളുടെ നീളം പട്ടികപ്പെടുത്തുക. നിങ്ങൾ എന്ത് ചെയ്യുക, 5 ഗ്രൂപ്പുകളായിട്ട് തിരിയണം. ഓരോരുത്തർക്കും ടീച്ചർ തരുന്ന പേപ്പറുകൾ പല രീതിയിലുള്ളതായിരിക്കും. അതിൽ ഒരേ നീളമുള്ള 5 ഗ്രൂപ്പുകളായിട്ട്, ഒരേ നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടുന്ന 5 ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പട്ടികപ്പെടുത്തുക. ഗ്രൂപ്പായിട്ട് തിരിയുക. അതിനുശേഷം നിങ്ങൾ ഈ പേപ്പർ കഷ്ണങ്ങളുടെ എന്ത് ചെയ്യുക, അളവ് എത്രയായിരിക്കുന്നു ഊഹവും അതുപോലെ അളന്നിട്ടുള്ള ശരിക്കുള്ള അളവും എഴുതുക. 5 പേരുടെയും പേപ്പർ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം ഉണ്ടാകുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഊഹം എഴുതുക. ശേഷം അത് ചേർത്ത് വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ കൊണ്ട് അളന്നിട്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള നീളം അവിടെ എഴുതി കൊടുക്കുക. ഇനി എല്ലാ ഗ്രൂപ്പിലും കിട്ടിയത് 100 സെൻറ്റിമീറ്റർ അല്ലേ. 100 സെൻറ്റിമീറ്റർ എന്നത് 1 മീറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് എന്താണ്? മില്ലിമീറ്ററാണ്. അതായത് സ്കെയിലിലെ ഈ ചെറിയ വരകൾ എന്താണ്? 2 ചെറിയ വരകൾക്കിടയിലുള്ള അകലമാണ് മില്ലിമീറ്റർ. പിന്നെ കുറച്ചുകൂടെ വലിയ ആ വരകൾ തമ്മിലുള്ള അകലമാണ് എന്ത്? സെൻറ്റിമീറ്റർ. അതായത് 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ ആവുക. ഇനി സെൻറ്റിമീറ്ററേക്കാളും വലിയ അളവാണെന്ത്? മീറ്റർ. അതായത് 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ് മീറ്റർ ആവുക. അതായത് 1 മുതൽ 100 വരെയുള്ള സെൻറ്റിമീറ്റർ സ്കെയിലാണ് നമ്മൾ എടുത്തത് എന്നുണ്ടെങ്കിൽ ആ സ്കെയിലിൻ്റെ ആകെ അളവ് എത്രയാണെന്ന് നമുക്ക് പറയാം? 100 സെൻറ്റിമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇക്കാര്യങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. 10 മില്ലിമീറ്റർ സമം 1 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ സമം 1 മീറ്റർ ആണ്. ക്ലാസ് മുറിയുടെ നീളം. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ നീളം എത്രയാണ്?
മീറ്റർ സ്കെയിലും 30 സെൻറ്റിമീറ്റർ സ്കെയിലും ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യുക, മീറ്റർ സ്കെയിലും അതുപോലെ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം, കാണിച്ചു തരണം. ഇനി നിങ്ങളുടെ ക്ലാസ് മുറിയുടെ നീളം എത്രയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഊഹം ഈ ആദ്യത്തെ കോളത്തിൽ എഴുതുക. ശേഷം അളന്നിട്ട് എന്ത് ചെയ്യുക, അളവ് എന്നുള്ള ആ കോളത്തിൽ എഴുതുക. അത് നിങ്ങൾക്ക് മീറ്റർ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് അളക്കൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മീറ്റർ സ്കെയിൽ വെച്ച് തന്നെ അളക്കുക. ഇനി വരാന്തയുടെ നീളം അതുപോലെ തന്നെ എത്രയാണെന്ന് നിങ്ങളുടെ ഊഹം അവിടെ എഴുതുക. എത്ര മീറ്റർ ആയിരിക്കും എന്നുള്ള ഊഹം അവിടെ എഴുതുക. കറക്റ്റായിട്ട് എത്ര മീറ്റർ നീളമുണ്ട് എന്നുള്ള കാര്യം അളന്നിട്ട് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ച്, ഡെസ്ക്, ബോർഡ് തുടങ്ങിയവയുടെ നീളം ഊഹിച്ചെഴുതുക, അളന്നെഴുതുക. നമ്മളിപ്പോൾ ക്ലാസ് മുറിയുടെയും വരാന്തയുടെയും നീളം എഴുതിയ പോലെ തന്നെ ബെഞ്ച്, ഡെസ്ക്, ബോർഡ്, പുസ്തകം ഇതിൻ്റെയൊക്കെ നീളം നിങ്ങൾ എന്ത് ചെയ്യുക, ഊഹം ആദ്യം എഴുതണം. ശേഷം അത് കറക്റ്റായിട്ട് എത്രയുണ്ടെന്ന് സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പുസ്തകമൊക്കെ അളക്കേണ്ടത്. മീറ്റർ സ്കെയിൽ വെച്ചാണ് ബെഞ്ചും ഡെസ്കും ബോർഡും ഒക്കെ അളക്കേണ്ടത്. അളന്നിട്ട് കൃത്യമായിട്ടുള്ള അളവ് എന്നുള്ള കോളത്തിൽ എഴുതുക. നിൽക്കൂ, ചാടൂ. ഇന്ന് ചാട്ട മത്സരമാകാം. ഓരോ കുട്ടിയും ഒരു വരയിൽ നിന്നിട്ട് മുന്നോട്ട് ചാടണം. പങ്കെടുത്തവരുടെ പേരും ചാടിയ ദൂരവും എഴുതുക. ആദ്യം ക്രമനമ്പർ എഴുതുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോ കുട്ടികളുടെ പേരെഴുതുക. ഓരോരുത്തരും ചാടിയ ദൂരം എത്രയാണെന്ന് സെൻറ്റിമീറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അളന്നിട്ട് അതെഴുതുക. 1 മീറ്ററിൽ കൂടുതൽ ചാടിയവർ ആരെല്ലാമാണ് എന്നുള്ള കാര്യവും അവിടെ എഴുതി കൊടുക്കുക. എനിക്ക് കിട്ടിയ സമ്മാനം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. എന്താണ് സമ്മാനം? അത് കണ്ടെത്തുന്നതിനായി പാറ്റേൺ പൂർത്തിയാക്കുക. നമുക്കിവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, നോക്കിക്കേ. 250, 275, 300. അപ്പോൾ ഇവിടെ എത്രയാണ്? 25 വീതമാണ് സംഖ്യ കൂടി വരുന്നത് അല്ലേ. 250ലേക്ക് 25 കൂട്ടിയാൽ 275, 275ലേക്ക് 25 കൂട്ടിയാൽ 300. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്? 325, 350, 375. ഇനി ചുവടെയുള്ള സംഖ്യകളെ പാറ്റേണിൻ്റെ ക്രമത്തിൽ വരച്ചു യോജിപ്പിക്കുക. ആദ്യം 250ൽ നിന്ന് 275ലേക്ക്, പിന്നെ 275ൽ നിന്ന് 300ലേക്ക്, 300ൽ നിന്ന് 325ലേക്ക്, 325ൽ നിന്ന് 350ലേക്ക്. അപ്പോൾ എന്താ മക്കളെ കിട്ടിയത്? ഒരു സ്റ്റാർ ആണല്ലേ കിട്ടിയിട്ടുള്ളത്. ഇതിൽ തന്നിരിക്കുന്ന വരയുടെ നീളം എത്രയാണ്? നിങ്ങൾ ഊഹം ആദ്യം അവിടെ എഴുതുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അളന്ന് നോക്കുക. അളന്നപ്പോഴുള്ള ശരിയായ അളവും അവിടെ എഴുതുക. വരച്ച എല്ലാ വരകൾക്കും ഒരേ നീളമാണോ? അത് കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങൾ ആ സ്റ്റാറിലുള്ള എല്ലാ വരകളും എന്ത് ചെയ്യുക, അളന്ന് നോക്കുക. നടുവിലുള്ള ആ വരയും അളക്കുക. എന്നിട്ട് എന്താണ്, ഒരേ നീളമാണെങ്കിൽ ഒരേ നീളമാണെന്ന് എഴുതുക, അല്ലെങ്കിൽ അല്ല എന്ന് എഴുതുക. ഇനി ചിത്രത്തിന് നിറം കൊടുത്ത് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം എന്താണെന്ന് അവിടെ എഴുതുക. ഇപ്പോൾ നമ്മൾ നീളത്തെക്കുറിച്ചായിരുന്നു അല്ലേ പഠിച്ചിരുന്നത് ഇതുവരെ. ഇനി നമുക്ക് ഉയരം നോക്കാം. ഉയരം എത്ര? ചാട്ട മത്സരത്തിലെ വിജയികൾ നിൽക്കുന്ന ചിത്രം നോക്കൂ. എല്ലാവരും ഒരേ ഉയരത്തിലാണോ? അല്ല അല്ലേ. കൂടുതൽ ഉയരത്തിൽ ആരാണ്? നോക്കിക്കേ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്നത് 1ാം സ്ഥാനം കിട്ടിയ ആളാണ്. പട്ടിക പൂർത്തിയാക്കൂ. നമുക്കിവിടെ ഉയരങ്ങൾ, ബോർഡിലേക്കുള്ള ഉയരം, സ്വിച്ച് ബോർഡിലേക്കുള്ള ഉയരം, ജനൽപ്പടിയിലേക്കുള്ള ഉയരം, വാതിലിൻ്റെ ഉയരം, മേശയുടെ ഉയരം, ഇത്രയും കാര്യങ്ങൾ എഴുതണം. ആദ്യം നിങ്ങൾ എത്രയാണ് അത് ഏകദേശ അളവെന്ന് ഊഹിച്ച അളവ് ഇവിടെ എഴുതുക ആദ്യത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ അത് അളന്ന ശേഷം എഴുതുക. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഉയരം എത്രയാണ്? എങ്ങനെ അളക്കും? എത്രയാണ് ഊഹമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു മീറ്റർ സ്കെയിൽ വെച്ചിട്ട് അളക്കാവുന്നതാണ് കേട്ടോ ക്ലാസ് മുറിയുടെ ഉയരം. അപ്പോൾ എത്രയാണ് ഊഹമെന്ന് ആദ്യം എഴുതുക. ശേഷം അളന്ന് കിട്ടിയത് അവിടെ എഴുതുക. അതുപോലെ നിങ്ങളുടെ ഉയരം എത്രയാണെന്നും അവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾ അളന്നവയിൽ 1 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളവ ഏതൊക്കെയാണ്? വാതിലിൻ്റെ ഉയരവും ബോർഡിലേക്കുള്ള ഉയരവും ജനൽപ്പടിയിലേക്കുള്ള ഉയരമൊക്കെ ചിലപ്പോൾ എന്താണ് 1 മീറ്ററിൽ കൂടുതൽ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ആ അളവുകളിലെ മീറ്ററിലും സെൻറ്റിമീറ്ററിലുമാക്കി എഴുതി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് എന്നുള്ള അളവ് ആദ്യം എഴുതണം. ഞാൻ ഒരു ഊഹം ഞാനിവിടെ എഴുതി തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ വാതിലിൻ്റെ ഉയരം എടുക്കുന്നുണ്ട്. വാതിൽ, പിന്നെ അതുപോലെ ജനൽപ്പടിയിലേക്കുള്ള ഉയരം, പിന്നെ ബോർഡിലേക്കുള്ള ഉയരം, 3 കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെൻറ്റിമീറ്ററിൽ എഴുതുന്നുണ്ട്. വാതിലിൻ്റെ ഉയരം 218 സെൻറ്റിമീറ്ററാണ്. പിന്നെ 218 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്ററും എത്ര മീറ്ററും ആയി മക്കളെ? 100 സെൻറ്റിമീറ്ററാണെന്ത് 1 മീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 200 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അത് 2 മീറ്ററായി. അപ്പോൾ 2 മീറ്ററും ബാക്കി 18 സെൻറ്റിമീറ്ററും. ഇനി ബോർഡിലേക്കുള്ള ഉയരം ഉള്ളത്
100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എത്ര മീറ്ററായി? 1 മീറ്ററായി. ജനൽപ്പടിയിലേക്കുള്ള ഉയരം 111 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എത്ര മീറ്ററും സെൻറ്റിമീറ്ററുമായി? 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മീറ്ററും പിന്നെ ബാക്കിയുള്ള 11 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനൊരു എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള രീതി കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണിത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അളവുകൾ നിങ്ങൾ ഇതുപോലെ എഴുതി നോക്കുക. ചുറ്റും അളക്കാം. തൂണിൻ്റെ വണ്ണം എത്രയാണ്? ഇതുപോലെ നിങ്ങൾ അളക്കൂ. നമുക്ക് തൂണിൻ്റെ വണ്ണം കാണാൻ എങ്ങനെ ചെയ്താൽ മതി? ഒരു ഇത് എടുക്കുക, എന്താ റിബൺ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് വട്ടത്തിൽ ചുറ്റിയിട്ട് തൂണിനെ ചുറ്റും വട്ടത്തിൽ ചുറ്റിയിട്ട് നീളം ആദ്യം എടുക്കുക. എന്നിട്ട് എത്രയാണോ വട്ടത്തിൻ്റെ അളവ് കിട്ടിയത് അത് നീർത്തി വെച്ചിട്ട് നമുക്ക് സ്കെയിലിൽ എത്രയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ നിങ്ങൾക്കും എങ്ങനെ അളക്കാം? നിങ്ങളുടെ വയറിൽ ഇതുപോലെ ആ തുണി അല്ലെങ്കിൽ റിബൺ ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് എത്ര വണ്ണം ഉണ്ടെന്ന് അളന്ന ശേഷം ആ തുണി എന്ത് ചെയ്യുക, സ്കെയിലിൽ വെച്ചിട്ട് അതിൻ്റെ നീളം എത്രയാണെന്ന് അളക്കുക. ഇനി ചെയ്തതുപോലെ തന്നെ വാട്ടർ ബോട്ടിലിൻ്റെ ചുറ്റളവും മേശയുടെ മുകൾ ഭാഗത്തിന് ചുറ്റുമുള്ള അളവും കൈയുടെ വണ്ണവും അളന്നു നോക്കണം. ആകെ നീളം. ഈർക്കിളുകൾ മുറിച്ചെടുത്ത് ചതുരം ഉണ്ടാക്കൂ. അതിനുപയോഗിച്ച ഈർക്കിളുകളുടെ ആകെ നീളം എത്രയാണ്? അപ്പം എങ്ങനെ കാണാം? നമ്മൾ ചതുരം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് 4 ഈർക്കിളുകൾ വേണ്ടി വരും. എന്നിട്ട് ആദ്യം ചതുരം ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് 4ഉം കൂടെ നീളത്തിൽ ചതുരം മുറിച്ചിട്ട് നീളത്തിൽ വെച്ച് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ വശങ്ങളും സെപ്പറേറ്റ് അളന്നിട്ട് ഈ 4 വശങ്ങളും കൂടെ കൂട്ടി നോക്കുക. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. രണ്ടാമത്, ഈർക്കിളുകൾ മുറിച്ചെടുത്ത് ത്രികോണം ഉണ്ടാക്കൂ. ഈർക്കിൾ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? ത്രികോണം ഉണ്ടാക്കാൻ നമുക്ക് 3 ഈർക്കിൾ കഷ്ണങ്ങളാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ത്രികോണം ഉണ്ടാക്കിയ ശേഷം ഒന്നുകിൽ ത്രികോണത്തിൻ്റെ ഓരോ വശങ്ങളും മാത്രം അളന്നിട്ട് എഴുതാം. അതല്ലെങ്കിൽ ഇത് മുറിച്ചിട്ട് നീളത്തിൽ വെച്ചിട്ട് ഈ 3 ഈർക്കിളും നീളത്തിൽ വെച്ചിട്ട് ഉള്ള ആകെ അളവ് കണ്ടെത്താം. അടുത്തതായിട്ട്, ഒരേ നീളമുള്ള ഈർക്കിളുകൾ മുറിച്ചെടുത്ത് ചതുരമുണ്ടാക്കുക. ഈർക്കിൾ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യുക, ഒരേ നീളം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 4 സെൻറ്റിമീറ്ററാണ് എടുത്തതെന്ന് വിചാരിക്കുക. ഒരു ഈർക്കിളിൻ്റെ കഷ്ണത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4 വശങ്ങളുടെ അളവും എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ വീതമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഈ 4, 4, 4, 4 കൂട്ടി നോക്കിയാൽ മതി. 4 നാലുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 16 എന്ന് കിട്ടുന്നു. അപ്പോൾ 16 സെൻറ്റിമീറ്റർ ആയിരിക്കും നീളം. ഇനി ഒരേ നീളമുള്ള ഈർക്കിൾ കഷ്ണങ്ങൾ കൊണ്ട് ത്രികോണം ഉണ്ടാക്കൂ. ഈർക്കിൾ കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര? അപ്പോൾ ത്രികോണത്തിന് 3 ഈർക്കിൾ കഷ്ണങ്ങളാണ് വേണ്ടത്. നമ്മളെടുത്തത് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിൾ കഷ്ണമാണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 ഈർക്കിൾ കഷ്ണങ്ങളുടെ നീളം എന്താണ്? 5 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ ആകെ നീളം എത്ര? 5 കൂട്ടണം 5 കൂട്ടണം 5, 15 സെൻറ്റിമീറ്ററാണ്. തീവണ്ടിക്കളി. നമുക്കൊരു തീവണ്ടിക്കളി കളിച്ചാലോ? തീവണ്ടിക്കളിക്കായി അലനും കൂട്ടുകാരും 350 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങി. റിബണിൻ്റെ ആകെ നീളം എത്രയാണ്? നീല റിബണിൻ്റെ നീളം 350 സെൻറ്റിമീറ്ററാണ്. ചുവപ്പ് റിബണിൻ്റെ നീളവും 350 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആകെ നീളം സമം 350 കൂട്ടണം 350 സമം 700 സെൻറ്റിമീറ്ററാണ്. 700 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 7 മീറ്റർ എന്ന് എഴുതാം. അതായത് 100 സെൻറ്റിമീറ്റർ സമം 1 മീറ്ററാണ്. അപ്പോൾ 700 സെൻറ്റിമീറ്റർ സമം 7 മീറ്ററാണ്. അവർ വളയമുണ്ടാക്കാനായി റിബണുകൾ ചേർത്ത് കെട്ടിയപ്പോൾ നീളം 20 സെൻറ്റിമീറ്റർ കുറഞ്ഞു. എങ്കിൽ അതിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ ആകെ നീളം എന്ന് പറയുന്നത് 700 സെൻറ്റിമീറ്റർ ആണല്ലേ. 20 സെൻറ്റിമീറ്റർ കുറഞ്ഞു എന്ന് പറയുമ്പോൾ 70 കുറയ്ക്കണം 20 സമം ആകെ എത്രയായി? 680 സെൻറ്റിമീറ്റർ ആയി. അതായത് 6 മീറ്ററും 80 സെൻറ്റിമീറ്ററും. ഇനി വളയത്തിൽ എല്ലാവർക്കും നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ 6 മീറ്റർ വീതം നീളത്തിൽ നീല റിബണും ചുവപ്പ് റിബണും വാങ്ങി. 2 റിബണും കൂടി എത്ര നീളമായി? 6 മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് റിബണും 6 മീറ്റർ വീതമാണ് വാങ്ങിയത്. 6 കൂട്ടണം 6 സമം 12 മീറ്റർ റിബണായി. 1 മീറ്റർ റിബണിന് 10 രൂപയാണ് വില. അപ്പോൾ തീവണ്ടിക്കളിക്കായി വാങ്ങിയ റിബണിന് ആകെ എത്ര രൂപയായി? 1 മീറ്റർ റിബണിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപ. ആകെ വാങ്ങിയ റിബൺ സമം 12 മീറ്റർ. അപ്പോൾ ആകെ എത്രയായി? 12 ഗുണിക്കണം 10 ചെയ്താൽ പോരെ? 12ലേക്ക് 10 ഗുണിക്കാൻ സിമ്പിളല്ലേ? 12ന് ശേഷം ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 120 രൂപയാണ് ഉത്തരം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 12 തവണ 10 എഴുതി കൂട്ടിയാലും മതി കേട്ടോ. ഇനി നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ചോദ്യം 1, നീളം കൂടുതൽ. ഇവയിൽ ഏതിനാണ് നീളം കൂടുതൽ? നോക്കിക്കേ, നമുക്കിവിടെ കട്ടർ, അതുപോലെ പേന, പെൻസിൽ, റബ്ബർ, ഇല, അത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കട്ടറാണ്. കട്ടറിൻ്റെ നീളം എത്രയാണ് മക്കളെ? 8 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെയാണ് അല്ലേ? അപ്പോൾ ആകെ എത്രയായി? 11 - 8 ചെയ്ത് നോക്കുക.
3 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. ഇനി അടുത്തത് പേന. പേനയുടെ നീളം വരുന്നത് 2 മുതൽ 15 വരെയാണ്. അപ്പോൾ ആകെ 15 കുറയ്ക്കണം 2, 13 സെൻറ്റിമീറ്ററാണ് പേനയുടെ നീളം വരുന്നത്. അടുത്തത് റബ്ബർ. റബ്ബറിൻ്റെ നീളം നമുക്കറിയാം 0 മുതൽ 4 വരെയാണ്. അപ്പോൾ ആകെ നീളം 4 സെൻറ്റിമീറ്റർ. അടുത്തതായി പെൻസിൽ. പെൻസിലിൻ്റെ നീളം വരുന്നത് 2 മുതൽ 14 സെൻറ്റിമീറ്റർ വരെയാണ്. അപ്പോൾ 14 - 2 = 12 സെൻറ്റിമീറ്ററാണ് പെൻസിലിൻ്റെ നീളം. അവസാനമായി ഇലയാണ് വരുന്നത്. ഇലയുടെ നീളം ഇവിടെ 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെയാണ്. അപ്പോൾ 10 - 5 = 5 സെൻറ്റിമീറ്ററാണ് ഇലയുടെ നീളം. ഇനി ഇവയിൽ ഏതിനാണ് കൂടുതൽ നീളം? പേനയ്ക്കാണല്ലേ കൂടുതൽ നീളം. എത്രയാണ് നീളം? 14 സെൻറ്റിമീറ്ററാണ്. 13 സെൻറ്റിമീറ്ററാണ്. ചോദ്യം 2. നമുക്കിവിടെ A മുതൽ P വരെ ഒരു സ്കെയിലിൽ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ നീളം ഏതാണ്? ആദ്യം A മുതൽ F വരെ. A മുതൽ F വരെ എത്ര ലെങ്ത് ഉണ്ട് മക്കളെ? 5 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. ഇനി B മുതൽ J വരെ. B മുതൽ J വരെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തത് J മുതൽ N വരെ. J മുതൽ N വരെ 4 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. അവസാനമായി E മുതൽ K വരെ 6 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് B മുതൽ J വരെയാണ്. ഇനി ചോദ്യം 3. തുല്യമായ നീളം. ഈർക്കിൾ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് നിങ്ങളുടെ ഗണിത പാഠപുസ്തകത്തിൻ്റെ അളവിൽ ഉള്ള ചതുരമുണ്ടാക്കൂ. അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അവയിൽ ഒരേ നീളമുള്ള ഈർക്കിളുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണ് നീളമെന്നും അത് എത്ര എണ്ണം വീതമുണ്ടെന്നും എഴുതി കൊടുക്കുക. ഈർക്കിലുകളുടെ ആകെ നീളം എത്രയാണ്? അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുഴുവനായിട്ടുള്ള ഈർക്കിലുകളെല്ലാം എടുത്തിട്ട് നീളത്തിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ച് അളക്കുക. അല്ലെങ്കിൽ ഓരോ ഈർക്കിലിൻ്റെയും നീളം സെപ്പറേറ്റ് അളന്നിട്ട് എല്ലാം കൂടെ കൂട്ടി നോക്കുക. ചോദ്യം 4. സാരിയുടെ നീളം. അമ്മ വാങ്ങിയ സാരിയുടെ നീളം 6 മീറ്റർ. അതിൽ നിന്ന് 70 സെൻറ്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു. എങ്കിൽ അതിൻ്റെ ബാക്കി നീളം എത്ര? എങ്ങനെ കാണാം? സാരിയുടെ നീളം എന്ന് പറയുന്നത് 6 മീറ്ററാണ്. 6 മീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം സെൻറ്റിമീറ്ററിൽ? 6 മീറ്റർ = 600 സെൻറ്റിമീറ്ററാണ്. ഇനി മുറിച്ചെടുത്തത് എത്രയാണ്? 70 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആകെയുള്ള നീളം, ഇനി സാരിയിൽ ആകെയുള്ള നീളം എത്രയാണ്? 600 - 70 = 530 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ബാക്കി നീളം എത്രയാണെന്നുള്ളതിന് ഉത്തരം എത്രയാണ്? 530 സെൻറ്റിമീറ്റർ, അഥവാ 5 മീറ്റർ 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അധികവും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അളന്നെഴുതാനുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് കേട്ടോ. ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്